ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ഉണ്ടാക്കി കൊടുത്ത് സൂപ്പൊക്കെ കഴിച്ച് വിക്രം ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രീനിവാസൻ സാർ വരുന്നുണ്ട്. ശ്രീനിവാസൻ സാർ വന്നിട്ട് വേദനോടും വിക്രമിനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നടന്നു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേദ കുറച്ച് മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ശ്രീനിവാസൻ സാറിനോട്. കാരണം വേദയ്ക്ക് എങ്ങനെയെങ്കിലും ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് വിക്രത്തിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു മനസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ ആ രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ ശ്രീനിവാസൻ സാറിനാണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് വേദനിപ്പിക്കപ്പെടുമ്പോഴാണെന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, വിക്രമിന് ഇങ്ങനെയൊക്കെ ഒരു അപകടം സംഭവിച്ച് വേദയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ കണ്ട് മടങ്ങുന്ന സമയത്താണ് അച്ഛനും അമ്മയും കൂടെ തൊടിയിൽ നിന്ന് വരുന്നത്. ആ സമയത്ത് അച്ഛൻ ശ്രീനിവാസൻ സാറിനെ പിടിച്ചു നിർത്തിയിട്ട് 4 വർത്താനം പറയുന്നുണ്ട് എന്തായാലും. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ നിൽക്കാൻ നിങ്ങളുണ്ട് എന്നുള്ള വാക്ക് കൊടുക്കലാണ് ഇവനിങ്ങനെ നശിച്ചു പോകുന്നത്. ആ വാക്ക് കൊടുക്കലാണ് ആദ്യം നിർത്തേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന് അത് ദേഷ്യമാവണം കേട്ടോ, ശ്രീനിവാസൻ സാറിനെ അച്ഛൻ അപമാനിക്കുന്നതിന് തുല്യമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ വിക്രത്തിനെ കുറിച്ച്. ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ നീ മാത്രമാണ് ഇങ്ങനെ നശിച്ചു പോയത്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ഒക്കെയാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, നീ മാത്രം എന്തെങ്ങനെ ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര പേരാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, ജയിച്ചിട്ടുള്ളത്? ജയിച്ചവൻ്റെ കൂടെയാണ് എല്ലാവരും നിൽക്കുക, പക്ഷേ തോറ്റവൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ കോഴ്സ് പഠിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവനൊരു കോഴ്സ് പഠിച്ചല്ലോ, ആ കോഴ്സ് പഠിച്ചതിൻ്റെ ഗുണം കൊണ്ടാണ് ഇവനെ കുറച്ച് നാൾ കോടതി സബ് ജയിലിലേക്ക് അയച്ചതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിക്രം ജയിലിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലാണ്. വിക്രം എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ തെറ്റിൻ്റെ പേരിൽ വിക്രം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യം വേദ അറിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്.